ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ 3ാം സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ആദ്യ ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ ഷെയർസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി 3 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് ജേണൽ എൻട്രീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജേണൽ എൻട്രീസ് മനസ്സിലാവും കേട്ടോ. നമ്മളിപ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ നിന്ന് പൈസ വാങ്ങാണ്. പകരം എന്ത് ചെയ്യാണ്? അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാണല്ലേ. അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയുടെ അക്കൗണ്ടൻറ്റ് എങ്ങനെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യണം, ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രീസ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പനിയുടെ ആംഗിളിൽ വേണം ചിന്തിക്കാനായിട്ട്. നമ്മളാണ് കമ്പനിയുടെ അക്കൗണ്ടൻറ്റ്, അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ ഡീൽ ചെയ്യും? അല്ലാണ്ട് ഷെയർ ഹോൾഡർ എന്ന നിലയിൽ നമ്മൾ ഈ ജേണൽ എൻട്രീസ് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റുണ്ടോ? അപ്പോൾ നമ്മൾ കമ്പനിയുടെ ആംഗിളിൽ നിന്നിട്ട് വേണം ജേണൽ എൻട്രീസ് ചിന്തിക്കാനായിട്ട്. കമ്പനി ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂയിൽ തന്നെ ആവണമെന്നില്ല കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ റിലയൻസ് എടുക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ ഫേസ് വാല്യൂ 10 റുപ്പീസ് ആണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്നത് വേണമെങ്കിൽ 1000 10,000 രൂപയ്ക്കായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ ഇഷ്യൂ പ്രൈസും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. ചില സമയത്ത് എന്ത് ചെയ്യാം? ആ ഫേസ് വാല്യൂയിൽ തന്നെ അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുകയും ചെയ്യാം. Okay, a company issue its share at a specified price which is called as issue price. അപ്പോൾ കമ്പനി അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസിനെയാണ് എന്ന് പറയുന്നത് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 3 രീതിയിലാണ്. ഒന്ന് ഇഷ്യൂഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യൂഡ് പ്രൈസും ഫേസ് വാല്യൂ അത് ഈക്വൽ ആയിരിക്കും. അതായത് എത്രയാണോ അതിൻ്റെ ഫേസ് വാല്യൂ ആ ഫേസ് വാല്യൂവിൽ തന്നെയായിരിക്കും കമ്പനി ഇഷ്യൂ പ്രൈസ് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും ഇഷ്യൂ പ്രൈസ്. ഇപ്പോൾ എക്സാമ്പിൾ ഫേസ് വാല്യൂ 10 ആണെങ്കിൽ ഇഷ്യൂ പ്രൈസ് വേണമെങ്കിൽ 18 രൂപയായിരിക്കും. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ രൂപയ്ക്ക് നമുക്ക് ഇഷ്യൂ ചെയ്യാം, പക്ഷേ അത് നോട്ട് അലൗഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, ഇത് രണ്ടിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ഷെയർ ഇഷ്യൂഡ് അറ്റ് പാറിൽ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫേസ് വാല്യൂ ഇഷ്യൂഡ് പ്രൈസും തുല്യമാണ് അല്ലേ, സെയിം ആണ്. അപ്പോൾ വലിയ വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ തോന്നില്ല. അത് നമുക്ക് പ്രീമിയത്തിൽ വരുമ്പോഴാണ് ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫേസ് വാല്യൂ എപ്പോഴും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോവുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എപ്പോഴും ഷെയറിൻ്റെ ഫേസ് വാല്യൂ ആണ് പോകുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ കണക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എപ്പോഴും ഷെയറിൻ്റെ ഫേസ് വാല്യൂ ആണ് പോവുക. ക്യാഷിലേക്ക് എപ്പോഴും ഇഷ്യൂഡ് പ്രൈസാണ് പോവുക. കാരണം ക്യാഷ് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസാണല്ലോ ക്യാഷായിട്ട് കിട്ടുക. ഫേസ് വാല്യൂ 10 രൂപ, നമ്മൾ ഇഷ്യൂ ചെയ്യണത് 300 രൂപയ്ക്കാണെങ്കിൽ ക്യാഷായിട്ട് കിട്ടുക എപ്പോഴും ഇഷ്യൂ പ്രൈസ് അല്ലേ, 300 രൂപയിലേ കിട്ടുക. അപ്പോൾ ക്യാഷ് എപ്പോഴും ഇഷ്യൂഡ് പ്രൈസ് ആയിരിക്കും. ഷെയറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എപ്പോഴും ഫേസ് വാല്യൂ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കാം. ഇനി നമ്മളെപ്പോഴും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും ഷെയറിൻ്റെ തുക കമ്പനി വിളിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ 6 രൂപ വിളിച്ചു, അലോട്ട്മെൻറ്റ് സമയത്ത് 1 രൂപ, ഫസ്റ്റ് കോൾ സമയത്ത് 1 രൂപ, സെക്കൻഡ് കോൾ സമയത്ത് 2 രൂപ, അങ്ങനെ മൊത്തം 10 രൂപയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ സെയിം ആയതുകൊണ്ട് സെയിം എമൗണ്ട് തന്നെയാണ് ക്യാഷിലേക്കും പോകുന്നുണ്ടായിരിക്കാം. ഇനി ഷെയർ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലോ, അതായത് ഫേസ് വാല്യൂ അതിന് 10 രൂപയാണ്, ഇഷ്യൂഡ് പ്രൈസ് 18 രൂപയാണ്, 8 രൂപ കൂടുതലാണല്ലേ. ഈ സമയത്ത് നോക്കിയൊക്കെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഫേസ് വാല്യൂ 10 രൂപ തന്നെ പോകാൻ പാടുള്ളൂ. അപ്പോൾ അപ്ലിക്കേഷൻ സമയത്ത് 6 രൂപ പോകും, അലോട്ട്മെൻറ്റ് സമയത്ത് 1 രൂപ, ഫസ്റ്റ് കോൾ സമയത്ത് 1 രൂപ, സെക്കൻഡ് കോൾ സമയത്ത് 2 രൂപ, അങ്ങനെ ടോട്ടൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഫേസ് വാല്യൂ 10 രൂപ തന്നെയേ പോകാൻ പാടുള്ളൂ. എന്നാൽ ക്യാഷിലോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 18 രൂപയ്ക്കല്ലേ, ആ 18 രൂപ വരണം. അപ്പോൾ എവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്? കൂടുതൽ വരുന്നത് എത്രയാണ്? സെക്യൂരിറ്റി പ്രീമിയമാണ്. അത് പ്രീമിയത്തിന് വിറ്റതാണ്, അതായത് കൂടുതൽ വിലേനെ നമ്മൾ പറയുന്നത് പേര് പ്രീമിയമാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കാണ് ഈ കൂടുതൽ വരുന്ന തുക പോകുന്നത്. അപ്പോൾ ഇഷ്യൂഡ് പ്രൈസിനെ നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഫേസ് വാല്യൂ 10 രൂപ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് 8 രൂപയാണ്. അത് ഏത് സമയത്താണ്, ഏത് ഇൻസ്റ്റാൾമെൻറ്റിലാണ് ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് കയറി വരിക എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അഥവാ ക്വസ്റ്റ്യൻ സൈലൻ്റ് ആണെങ്കിൽ അലോട്ട്മെൻറ്റ് സമയത്താണ് ഈ പ്രീമിയം തുക കയറി വരുന്നുണ്ടായിരിക്കാം. ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെയായിരിക്കും ഡീലിങ്സ് വരേണ്ടത്?
അപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ 6 രൂപ, അലോട്ട്മെൻറ്റ് സമയത്ത് ഫേസ് വാല്യൂ 1 രൂപ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് 8 രൂപ പോകണം. ഓക്കെ, ഫസ്റ്റ് കോള് 2 രൂപ, ഫസ്റ്റ് കോൾ 1 രൂപ, സെക്കൻഡ് കോൾ 2 രൂപ, അങ്ങനെ ടോട്ടൽ ക്യാഷ് വരുന്നത് 18 രൂപയാണ്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രീസ് പറയുന്ന സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വാല്യൂ എപ്പോഴും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്, ഇഷ്യൂ പ്രൈസ് ക്യാഷിൽ. പിന്നെ പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഈ പ്രീമിയം അപ്ലിക്കേഷനിലോ അലോട്ട്മെൻറ്റിലോ കോൾ മണിയിലോ എവിടെ വേണമെങ്കിലും കയറി വരാം. ഇനി ക്വസ്റ്റ്യൻ സൈലൻ്റ് ആണെങ്കിൽ ഈ പ്രീമിയം എവിടെ ആയിരിക്കും? അലോട്ട്മെൻറ്റ് മണിയിലായിരിക്കും. നമ്മുടെ കമ്പനിയുടെ ഓതറൈസ് ക്യാപിറ്റൽ 10 lakh ആണ്. പക്ഷെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 1 lakh ഷെയർസ് മാത്രമാണ് ഇപ്രാവശ്യം ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഓതറൈസ് ഷെയർസും ഇഷ്യൂഡ് ഷെയർസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ 1 lakh ആണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഫുള്ളി അപ്ലൈ ചെയ്തിട്ടുണ്ട്. 1 lakh ഷെയർസിന് അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 lakh ഷെയർസും അലോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? ഫുൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി 1 lakh ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് 95,000 ഷെയർസിന് മാത്രമാണ് എന്ത് വന്നിട്ടുള്ളത്? അപ്ലിക്കേഷൻ വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ 95,000 ഷെയർസ് അലോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു? അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ 1 lakh ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് 1.20 lakhs ഷെയർസിന് എന്ത് വന്നിട്ടുണ്ട്? നമുക്ക് അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കാൾ കൂടുതൽ 20,000 ഷെയർസ് കൂടുതൽ എന്ത് വന്നിട്ടുണ്ട്? ഇവിടെ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഓവറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ എന്ത് പറയുന്നു? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ എത്രയുള്ളൂ? അലോട്ട് ചെയ്യാൻ എത്രയുള്ളൂ? 1 lakh ഷെയർസ് ഉള്ളൂ. അപ്പോൾ ഈ 20 നമ്മൾ എന്ത് ചെയ്യും? ഈ 20 നമ്മൾ റീഫണ്ട് ചെയ്യും. ഓക്കെ, ഈ 20,000 ഷെയർസ് നമ്മൾ റീഫണ്ട് ചെയ്യും, അവർക്ക് അതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറയും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഇത്രയും പഠിച്ചേക്കുക. എന്താണ് ഫുൾ സബ്സ്ക്രിപ്ഷൻ, അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്താണ്, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ള കാര്യം കൂടി പഠിച്ചു വയ്ക്കാം. ഇനി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യാൻ കേട്ടോ. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്താ? അപ്ലിക്കേഷൻ മണി നമുക്ക് കിട്ടും അല്ലേ? നമ്മൾ പ്രോസ്പെക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തപ്പോൾ പ്രോസ്പെക്ടേഴ്സിൽ ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരുന്നു. അപ്ലിക്കേഷൻ ഫോം പബ്ലിക് അത് ഫില്ല് ചെയ്ത് തരുമ്പോൾ അതിനൊപ്പം അപ്ലിക്കേഷൻ മണി കൂടി തരണമെന്ന് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ പൈസ വരും അല്ലേ? അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു എന്തുകൊണ്ടാണ് വന്നേ? ഷെയർ അപ്ലിക്കേഷൻ മണി തന്നതുകൊണ്ട് അല്ലേ? അപ്പോൾ എൻട്രി എന്താ വരാം? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. ഇനി ഇതിൻ്റെ എമൗണ്ട് എങ്ങനെ വരാം? എത്ര ഷെയർസിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതേ ഇൻറ്റു ഇഷ്യൂഡ് പ്രൈസ്. അപ്പോൾ ഇഷ്യൂഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമോ? നമ്മുടെ ഇഷ്യൂ പ്രൈസ് നമ്മുടെ എക്സാമ്പിൾ 10 രൂപയായിരുന്നു അല്ലേ? ഇഷ്യൂഡ് പ്രൈസ് 10 രൂപയായിരുന്നു. അപ്പോൾ ഈ 10 രൂപ മൊത്തം ഇവിടെ കയറി വരും? ഇല്ല, നമ്മൾ അപ്ലിക്കേഷൻ സമയത്ത് എത്രയായിരുന്നു അതിൻ്റെ ഇഷ്യൂ പ്രൈസ്? 6 രൂപയല്ലേ? ഈ 6 രൂപ മാത്രമാണ് ഇവിടെ കയറി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരുന്നുണ്ടാവാം? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ എത്ര? 1 lakh ഷെയർസ് ആണ്. 1 lakh ഷെയർസ് ഇൻറ്റു 6 രൂപ, അപ്പോൾ 6 ലക്ഷം വരും. ടു ഷെയർ അപ്ലിക്കേഷൻ 6 ലക്ഷം. ഇങ്ങനെയാണ് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻട്രി വരാം. എൻട്രിയിൽ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കില്ല. ഈ എമൗണ്ടിൻ്റെ കേസിലായിരിക്കും കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, എത്രയാണോ നമ്മൾ അപ്ലൈ ചെയ്തത് ആ ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഇഷ്യൂഡ് പ്രൈസ്. ഇഷ്യൂഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ആ സമയത്തെ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, അപ്ലിക്കേഷൻ സമയത്ത് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആണ് ഇഷ്യൂ പ്രൈസിൽ വരാം. നെക്സ്റ്റ് എൻട്രി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്ലിക്കേഷൻ വഴി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എവിടെ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ഈ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഡമ്മി അക്കൗണ്ടാണ്, ഇത് നമുക്ക് വേണ്ട. ഇത് എന്ത് ബാലൻസ് അവിടെ? ക്രെഡിറ്റ് ബാലൻസ് ആണല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ബാലൻസ് ആക്കണം. ഓക്കെ, അപ്പോൾ ഈ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഒരു ഡമ്മിയാണ്. ഈ ഡമ്മി നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ഉള്ളതിനെ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലേ? ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എൻട്രി എന്താ വരാം? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ എമൗണ്ട് എങ്ങനെ വരാം? ഷെയർ അപ്ലിക്കേഷനിൽ എത്രയുണ്ട്? നമ്മൾ നേരത്തെ ചെയ്ത 6 ലക്ഷം അല്ലേ? നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ് 1 lakh ഇൻറ്റു നമ്മുടെ ഇഷ്യൂ പ്രൈസ് എത്രയായിരുന്നു? 6 രൂപ. അപ്പോൾ 6 lakh വന്നു അല്ലേ? ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര വരാം?
നമ്മൾ എത്ര ഷെയർ ആണോ അലോട്ട് ചെയ്തിട്ടുള്ളത് അത് ഇൻറ്റു ഫേസ് വാല്യൂ. നമ്മൾ നേരത്തെ പഠിച്ചില്ല ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എപ്പോഴും ഫേസ് വാല്യൂ വരുള്ളൂ എന്ന്. അപ്പോൾ എത്ര ഷെയർസ് അലോട്ട് ചെയ്തിട്ടുണ്ട്? 1 lakh. ഇനി ഇതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? ഇതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 6 അല്ലേ? അപ്പോൾ എത്ര ഷെയർസ് ഉണ്ട്? 1 lakh ഇൻറ്റു ഫേസ് വാല്യൂ 6. അപ്പോൾ സെയിം 6 lakh തന്നെ വരും. ഇത് പ്രീമിയത്തിൽ വരുമ്പോഴാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ സെയിം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഇതൊന്ന് ആലോചിച്ച് വയ്ക്കുക. നമ്പർ ഓഫ് അലോട്ടഡ് ഇൻറ്റു ഫേസ് വാല്യൂ ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ മണി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കും. ഈ അലോട്ട് ചെയ്യുന്ന സമയത്ത് അവരെന്ത് പറയും? അലോട്ട്മെൻറ്റ് മണി വേണം എന്ന് പറയും. നിങ്ങൾക്ക് ഷെയർ ഇപ്പോൾ തരാം, നിങ്ങൾ അലോട്ട്മെൻറ്റ് മണി അടയ്ക്കൂ എന്ന് പറയും. അങ്ങനെ അടയ്ക്കൂ എന്ന് പറയുന്ന സമയത്ത് ഡ്യൂ ആവുന്ന സമയത്ത് എഴുതുന്ന എൻട്രിയാണ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. എന്തെന്ന് ഇതിൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരുന്നുണ്ട് അല്ലേ? ബാക്കി 10 രൂപ ഉണ്ടായിരുന്നു, അതിൽ 6 രൂപ അപ്ലിക്കേഷനായി തന്നിട്ടുണ്ട്, ബാക്കി 1 രൂപ ഇപ്പോൾ വരും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇപ്പോൾ കൂടും അല്ലേ? അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് കൂടും, നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് കൂടാൻ കാരണം? ഷെയർ അലോട്ട്മെൻറ്റ് മണി കിട്ടുന്നത് കൊണ്ട്. കിട്ടിയിട്ടില്ല കേട്ടോ, കിട്ടുന്നത് കൊണ്ട്. അപ്പോൾ എൻട്രി എന്താ വരാം? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അതിൻ്റെ എമൗണ്ട് എങ്ങനെ വരാം? നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ്. അലോട്ടഡ് എത്രയാണ്? 1 രൂപ അല്ലേ? ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 1 രൂപ. അപ്പോൾ 1 lakh ഷെയർസ് ഇൻറ്റു 1 രൂപ. ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്കോ? നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു അലോട്ടഡ് ഇൻറ്റു അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 1 lakh. ഫേസ് വാല്യൂ എത്രയാണ്? 1 lakh. അപ്പോൾ 1 lakh ഷെയർസ് ഇൻറ്റു 1 lakh. ഓക്കെ. ഇനി അവരോട് ഷെയർ ഹോൾഡേഴ്സിന് പൈസ തരാൻ പറയുമ്പോൾ അവർ ഡ്യൂ ആയി എന്ന് പറയുമ്പോൾ അവർ പൈസ തരും അല്ലേ? അപ്പോൾ പൈസ കിട്ടുമ്പോൾ നമുക്ക് എന്താ എൻട്രി വരണ്ടേ? ബാങ്ക് അക്കൗണ്ടിൽ പൈസ കൂടി. എന്തുകൊണ്ടാണ്? ഷെയർ അലോട്ട്മെൻറ്റ് മണി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചിന്തിക്കാം? ഈ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്നത് ഒരു ഡമ്മി അക്കൗണ്ടാണ്. ഇതിന് ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യണം. ഡമ്മി അക്കൗണ്ട് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാൻ ഇത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. പൈസ കിട്ടിയത് കൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു, ഷെയർ അലോട്ട്മെൻറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി അതിൻ്റെ എമൗണ്ട് എത്ര വരണ്ടേ? നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ഇൻറ്റു IP ഇഷ്യൂ പ്രൈസ്. ഇവിടെയും സെയിം നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ഇൻറ്റു അതിൻ്റെ ഇഷ്യൂ പ്രൈസ് 1 lakh ഇൻറ്റു 1 rupees. നെക്സ്റ്റ് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുകയാണ്. ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരോട് പറയും അല്ലേ? ഷെയർ ഹോൾഡേഴ്സിനോട് പറയും ആദ്യം ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഡ്യൂ ആവുന്ന സമയത്ത് നമ്മൾ എൻട്രി ഇടണം. എന്ത് ചെയ്തിട്ടുണ്ട്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൂടാണ് അല്ലേ? അവർ പൈസ തരാൻ പോവല്ലേ? അപ്പോൾ കൂടാണ്. കൂടുന്നത് കൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് കൂടുന്നത്? ഫസ്റ്റ് കോൾ മണി കിട്ടുന്നത് കൊണ്ട് അല്ലേ? അപ്പോൾ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൻ്റെ എമൗണ്ട് എങ്ങനെയാണ്? നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ഇൻറ്റു അതിൻ്റെ ഇഷ്യൂ പ്രൈസ്. നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് എത്രയാണ്? 1 lakh ആണ്. ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 1 രൂപ. അപ്പോൾ 1 lakh ഇൻറ്റു 1. ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എങ്ങനെ പോകേണ്ടത്? അലോട്ടഡ് ഇൻറ്റു ഫേസ് വാല്യൂ ആണ് കേട്ടോ. നോട്ട് ചെയ്യണേ. അലോട്ടഡ് ഇൻറ്റു ഫേസ് വാല്യൂ ആണ്. അലോട്ടഡ് ഇൻറ്റു ഫേസ് വാല്യൂ എത്രയാണ്? 1 rupees തന്നെ അല്ലേ? അപ്പോൾ 1 lakh ഇൻറ്റു 1 rupees. അപ്പോൾ മണി റിസീവ് ചെയ്യുമ്പോഴോ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കൂടി ഷെയറിൻ്റെ ഫസ്റ്റ് കോൾ കാരണം. അല്ല നമ്മൾ എന്ത് ചെയ്യാം? ഷെയറിൻ്റെ ഫസ്റ്റ് കോൾ എന്തായിരുന്നു? ഡെമ്മി അക്കൗണ്ടാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. അതിൻ്റെ എമൗണ്ട് എങ്ങനെ വരാം? നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ്. അലോട്ടഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ്. അലോട്ടഡ് എത്രയാണ്? ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 1 രൂപയെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അലോട്ടഡ് 1 lakh ഇൻറ്റു 1 rupees. അലോട്ടഡ് 1 lakh ഇൻറ്റു 1 rupees. ഇനി ഷെയറിൻ്റെ ലാസ്റ്റ് കോൾ മണി ഡ്യൂ ആവുകയാണ്. അപ്പോൾ ഡ്യൂ ആവുന്ന സമയത്ത് നമ്മൾ എന്താ എൻട്രി? ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാണ്. ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് കൂടുന്നത്? ഷെയറിൻ്റെ ഫൈനൽ കോൾ കാരണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൻ്റെ എമൗണ്ട് എത്രയാണ്? അലോട്ടഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ്. അലോട്ടഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 2 രൂപയാണ് അല്ലേ? ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? അലോട്ടഡ് ഇൻറ്റു ഫേസ് വാല്യൂ. അലോട്ടഡ് ഇൻറ്റു ഫേസ് വാല്യൂ 2 രൂപ തന്നെയാണ്. അപ്പോൾ 2 lakhs വരും. ഇവിടെ എമൗണ്ട് 2 lakhs, ഇവിടെയും എമൗണ്ട് 2 lakhs. ഇനി എമൗണ്ട് നമ്മൾ ബാങ്കിൽ റിസീവ് ചെയ്യുകയാണ്. ബാങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡമ്മി അക്കൗണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യാനായിട്ട് ഇവിടെ ഡെബിറ്റ് ആയിരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ആക്കുന്നു. പിന്നെയോ നമുക്ക് എമൗണ്ട് കൂടിയില്ലേ? എന്തുകൊണ്ടാണ് കൂടിയത്?
കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം, ഡമ്മി അക്കൗണ്ടായിട്ട് അതിനെ ക്യാൻസൽ ചെയ്യണതോ അല്ലെങ്കിൽ കൂടുന്ന രീതിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ട് എൻട്രി കറക്റ്റായിട്ട് പഠിക്കാം. ഇനി ഇതിൻ്റെ എമൗണ്ട് വരെ അലോട്ടഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ് തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ ഷെയർ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രീസാണ് നോക്കുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യാണ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഷെയർ അപ്ലിക്കേഷൻ ഡമ്മി അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡെബിറ്റ് ചെയ്യാണ്. ടു ഷെയർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലോട്ടഡ് ഇൻറ്റു ഫേസ് വാല്യൂ. ഓക്കെ, ഇനി റീഫണ്ട് ഉണ്ടെന്നൊക്കെ, അതായത് ഓവർ സബ്സ്ക്രിപ്ഷനാണ്, നമുക്ക് റീഫണ്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൻട്രി കൂടി കയറി വരും. എത്രയാണോ റീഫണ്ട്, ആ റീഫണ്ടഡ് നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ് കൂടി അവിടെ കയറി വരും. അത് ചിലപ്പോൾ ഈ അപ്ലിക്കേഷൻ മണിയിലായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ അലോട്ട്മെൻറ്റ് മണിയിലായിരിക്കാം, അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു എൻട്രി റീഫണ്ട് ഉള്ള സമയത്താണ് കേട്ടോ ഈ ഒരു എൻട്രി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സെയിം സാധാരണ പോലെ തന്നെ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഈ ഫിഗറൊക്കെ നമ്മൾ അവിടെ പഠിച്ച പോലെ തന്നെ കേട്ടോ. ഇനി അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന സമയത്താണ്. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുന്നു. എന്തുകൊണ്ടാണ്? ഷെയർ അലോട്ട്മെൻറ്റ് മണി കിട്ടുന്നത് കൊണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ എമൗണ്ട് വരുന്നത് എത്രയാണ്? അലോട്ട്മെൻറ്റ് സമയത്ത് 9 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത് അല്ലേ. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റിൽ നമ്മൾ 1 lakh ഇൻറ്റു 9 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലോ 1 lakh ഇൻറ്റു അതിൻ്റെ ഫേസ് വാല്യൂ 1 രൂപ എഴുതിയിട്ടുള്ളൂ അല്ലേ. നമ്മൾ നേരത്തെ ഇവിടെ നോക്കിയില്ലേ, ഫേസ് വാല്യൂ 1 രൂപയും സെക്യൂരിറ്റി പ്രീമിയം 8 രൂപയാണ് വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടും കൂടി, അതായത് ആ എക്സ്ട്രാ വരുന്ന 8 രൂപ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റണം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് മാറ്റണം. ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഫിഗർ എഴുതാം. അതായത് 1 ലക്ഷം ഇൻറ്റു 8 രൂപ. ഇവിടെ നമുക്ക് വന്നത് 1 ലക്ഷം ഇൻറ്റു 9 രൂപയാണ്. ഇവിടെ ഒന്നല്ലേ വന്നിട്ടുള്ളൂ, അപ്പോൾ 8 രൂപ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഫിഗർ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്പ്ലിറ്റ് ഇവിടെ ഉണ്ടായിരിക്കാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യാം. ബാക്കിയൊക്കെ സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ടു ഷെയർ അലോട്ട്മെൻറ്റ്, ഇതെന്താണ്, ഡെമ്മി അക്കൗണ്ടാണ്, നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യിക്കാനായിട്ട് ക്രെഡിറ്റ് ചെയ്തു. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജേണൽ എൻട്രീസ് വരുന്നത്. ഇത് സൈഡിൽ ഇഷ്യൂഡ് അറ്റ് പാറിൽ വരുമ്പോൾ ഉള്ള എൻട്രീസാണ്. ഇത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിൽ വരുമ്പോൾ ഉള്ള എൻട്രീസാണ്. നിങ്ങൾക്ക് നോക്കി അറിയാം നമുക്ക് ആ ഡിഫറൻസ് വരുന്നത് ഈ ഒരു സമയത്താണ്. ഈ സെക്യൂരിറ്റി പ്രീമിയം കയറി വരുമ്പോഴാണ് നമ്മൾ ഒരു ഡിഫറൻസ് വരുന്നത്. ബാക്കിയൊക്കെയുള്ള സമയത്ത് അതിൻ്റെ എൻട്രീസൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു റീഫണ്ട് വരുന്നുണ്ട്. ആ റീഫണ്ട് എല്ലാ പ്രോഡക്റ്റിലും കയറി വരണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെയാണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ സമയത്താണ് നമ്മൾ റീഫണ്ടിൻ്റെ കാര്യം വരുന്നത്. റീഫണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് പൈസ കുറയാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിലാണ് ബാങ്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ബാക്കി എൻട്രീസും നമ്മൾ പാറിൽ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് സെയിം പോലെ തന്നെയാണ് പ്രീമിയത്തിലും വരുന്നത്. ആ എമൗണ്ടിന് വ്യത്യാസമില്ല, എൻട്രീസിന് വ്യത്യാസമില്ല, സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതാ ജേണൽ എൻട്രീസിൻ്റെ ഒരു ഓർഡറാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജേണൽ എൻട്രി എളുപ്പത്തിൽ ഓർത്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ മണി റിസീവാണ് ചെയ്യുന്നത്. ആദ്യം ആപ്ലിക്കേഷൻ മണി റിസീവാണ്, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. ആദ്യം റിസീവ് പിന്നെ ട്രാൻസ്ഫർ. അലോട്ട്മെൻറ്റ് മണിയോ ആദ്യം ഡ്യൂ ആവുന്നു പിന്നെ റിസീവ് ചെയ്യുന്നു. ഫസ്റ്റ് കോള് ആദ്യം ഡ്യൂ ആവുന്നു റിസീവ് ചെയ്യുന്നു. ഫൈനൽ കോള് ആദ്യം ഡ്യൂ ആവുന്നു പിന്നെ റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ആപ്ലിക്കേഷൻ മണിയിൽ മാത്രമാണ് ആദ്യം റിസീവ് ചെയ്യുന്നത്, ബാക്കി എല്ലാത്തിലും സെക്കൻഡ് ടൈമിലാണ് റിസീവ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ മണിയിൽ ഫസ്റ്റ് റിസീവ് ചെയ്തതിന് ശേഷം അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാത്തിലും ഫസ്റ്റത്തെ എൻട്രി ഡ്യൂ ആവുന്ന എൻട്രിയാണ് കേട്ടോ. ഈ ഒരു കാര്യം കൂടിയും എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്ന എമൗണ്ട് എങ്ങനെയായിരിക്കും, നമ്പർ ഓഫ് അപ്ലൈഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ് ആണ്. ഷെയർ അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ് ആണ്. ഷെയർ ഫസ്റ്റ് കോളിൽ അലോട്ടഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ് ആണ്. ഷെയർ ഫൈനൽ കോളിൽ അലോട്ടഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ് ആണ്.
അപ്പോൾ ഇവിടെ ഷെയർ അപ്ലിക്കേഷനിൽ മാത്രമാണ് അപ്ലൈഡ്, ബാക്കി എല്ലാത്തിലും അലോട്ടഡ് ഇൻറ്റു ഇഷ്യൂ പ്രൈസ് ആണ് കേട്ടോ. ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കോ അലോട്ടഡ് ഇൻറ്റു ഫേസ് വാല്യൂ ആണ്. സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് അലോട്ടഡ് ഇൻറ്റു സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടാണ് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ജേണൽ എൻട്രി എഴുതുമ്പോൾ പെട്ടെന്ന് എമൗണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ചിന്തിക്കേണ്ടല്ലോ, ഈ ഒരു സാധനം നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജേണൽ എൻട്രി എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ വ്യത്യാസമുള്ളത് ഇവിടെ അപ്ലൈഡ് ആണ്, ഇവിടെ ഫേസ് വാല്യൂ ആണ്, ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രോബ്ലം ബാക്കി തിയറീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.